ഇന്നലെ ഇവിടെ വന്നപ്പോഴേ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ. അവിടേക്കൊന്നും വെള്ളം കയറി ഉണ്ടായിരുന്നില്ല. ഡാം തുറന്നാലാണ്. ഡാം തുറന്നതിൻ്റെയോ? വെള്ളം കയറുമ്പോൾ തന്നെ പേടിയാ. വെള്ളം ഇങ്ങനെ കയറുമ്പോൾ പേടിയാണ്. കഴിഞ്ഞോട്ട് സ്ഥിരക്കാഴ്ചയായിട്ടത് 2018 ഇല്ലില്ല, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ കയറിയിട്ടില്ല പിടിക്കും വെള്ളം. ശരിക്കും നമ്മുടെ മുട്ടിൻ്റെ ഇപ്പം വെള്ളമായി തുടങ്ങിയിട്ട് ഇവിടെ ഫുള്ള് ഭാഗത്ത് വെള്ളം കയറിയാവോ? അയ്യോ, നമുക്ക് പോയി നോക്കാം. 5 പേരുടെ വീട് മുങ്ങാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം. മുങ്ങൊന്നും അറിയില്ല. സന്ദർശകർ കുറവാട്ടോ അല്ലേ? ആരും ഇവിടെ വരുന്നില്ലേ? നമ്മൾ ആദ്യം പ്രളയം ഉണ്ടായിരുന്നപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്ന? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ 20 പറ അരിട്ട് വെക്കണ ചെമ്പില്ലേ, അതിലാണ് ഞാൻ മറ്റേ ഇവിടേക്ക് പോയത്. എവിടേക്ക്? അന്ന് ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ടേ ബസ് അപ്പുറത്ത് കൊണ്ട് നിർത്തി. മറ്റേ ഇവിടെ വെള്ളം കയറിയാണോ? വെള്ളം കയറിയിട്ട് എന്നെ ചെമ്പിൽ കയറ്റി ഇരുത്തിട്ട് തള്ളി വിട്ടു. എവിടെ വടക്കേശാനില് വെള്ളം കയറിയ? കോലുവത്തും പാടം ആ ഭാഗില്ലേ, അവിടേക്ക് വെള്ളം കയറിയിട്ടില്ലേ? ഇപ്പൊ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലല്ലേ? ആയിട്ടില്ല. ഇത് കഴിഞ്ഞല്ലോ 2018 ഇവിടെ ആൾക്കാർ ഭയങ്കര കൗതുകത്തിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. ഇപ്പൊ അതിനൊന്നും സമയമായിട്ടില്ലല്ലോ. അതെ, 2018 ഓഗസ്റ്റിൽ തന്നെയാണ് തോന്നുന്നു. സെപ്റ്റംബറിലാ? ഓഗസ്റ്റിലാ. ഓണാഘോഷം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്? 18 പ്രളയം, 19 മറ്റേ കവളപ്പാറ അവിടെ ഉരുൾപൊട്ടല്. അത് കഴിഞ്ഞിട്ട് 6 വർഷം അല്ല 5 വർഷം അല്ല 6 വർഷത്തിന് ശേഷം വീണ്ടും 500-നടുത്ത ആൾക്കാരായിരുന്നു തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ, 2018 പ്രളയത്തിൽ മരിച്ചത്. ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെ കണ്ട വയനാട് ഉണ്ടായത് വലിയ സംഭവം ദുരന്തത്തില് ഇവിടെ മുട്ടിന് വിലക്ക് കയറി തുടങ്ങി. അല്ലടാ, ഇപ്പൊ പ്രളയമൊന്നും അങ്ങനെ ഇല്ലാണ്ട് തന്നെ 200-300 ആൾക്കാരുടെ അടുത്ത് തന്നെ മരിച്ചു. എന്തോരം വലിയ കഷ്ടം ഉണ്ടായത്. അതെന്ത് സംഭവം എന്ന് വെച്ചാലേ 2019 അവിടെ ചെറിയൊരു ഉരുൾ പൊട്ടി. ഇപ്പൊ ഉണ്ടായ സ്ഥലല്ലേ, അപ്പൊ വിള്ളലുണ്ടായി. ആ വിള്ളല് കൂടെ ഇത്രയും വർഷം പെയ്ത മഴ മുഴുവൻ അടിയിൽ സ്റ്റോറായി മണ്ണില്. 5 വർഷമായില്ലോ. 5 വർഷം പെയ്ത വെള്ളം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നെ സ്ഥലമില്ലാണ്ടായപ്പോ പൊട്ടി. താക്കോല് കീശയിലുണ്ട്. പരുന്ത് കണ്ട? പരുന്തല്ലേ? പരുന്ത, കൃഷ്ണ പരുന്ത. ഈ പട്ടികൾ നീന്താൻ പറ്റില്ലോ അല്ലേ? പട്ടികൾ ഇവിടെ ഫുഡൊന്നും കിട്ടില്ല. പട്ടികൾ ഇവിടെ ഒറ്റപ്പെട്ട പോലെ കേട്ടോ തെരുവ് നായ്ക്കള്. ഇതിന് എങ്ങനെയാ ഇവിടെ ഫുഡിന് ഇവിടെ കിട്ടില്ല. ഇവിടെ കടകളൊന്നും ഉണ്ടാവില്ലേ? ആരെങ്കിലും കൊടുക്കുന്നുള്ള ഇന്നാളെ ഞാൻ വന്നപ്പോ ഒരു അപ്പാപ്പൻ ഫുഡ് കൊണ്ട് കൊടുക്കണായിരുന്നു. അത് കൊടുക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടെ കിടക്കണ്ടാവുക. ഇനിയിപ്പോ ഈ 2 സ്ഥലത്തും വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പാലം മാത്രമാവും. അപ്പോൾ പിന്നെ പട്ടികള് കാര്യം ഏകദേശം നീന്തി പോവല്ലോ. ഇവിടേക്ക് വെള്ളം കയറിയിട്ടില്ല. ഈ ലെവലിലേക്ക് പൊക്കിക്കൂടെ? അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്. പൊക്കണെങ്കിൽ അത്രയും മണ്ണില്ല. മണ്ണ് എന്നിട്ട് വരണ്ടേ അല്ല അതിപ്പോ കുളക്കൊഴിയാന്ന് പോയാ മുങ്ങിയതിന് വേറെ സ്ഥലത്ത് പൊങ്ങുള്ളൂ. അതിന് നോക്കണ്ട. അവിടെ മറ്റേ മുകളിൽ നോക്ക്, മുകളിലേക്ക് നോക്ക്. മുകളിലേക്ക് കണ്ടില്ലേ? എങ്ങോട്ട് അത് പൊങ്ങി. അമ്പോ ആണോ ഇത്? ഇതിനെ നീർക്കാക്കാന്ന് പറയും. നീർക്കാക്കല്ലേ? കുറച്ചുകൂടി സൂം ചെയ്യാൻ പറ്റുമോ? ഇത്ര 20 സൂമാണുള്ളത്. ഇനിയുണ്ട് 100 വരെ പോകും. പക്ഷെ
അത് ഡിജിറ്റൽ സൂമോ, ഇത് ഒപ്റ്റിക്കൽ സൂമോ. അങ്ങോട്ട് പോയി നോക്കണം. വെറുതെ പോവാം. ചെറിയ പട്ടികളല്ലേ. ഇവരെന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടേ, ഇവിടെ കളിക്കുക. പക്ഷെ ഇവരെ അമ്മയെന്ന് തോന്നുന്നത് അമ്മപ്പട്ടി, അച്ഛൻപട്ടിയാ. അമ്മയോ? അതിന് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്യേണ്ടത്, അത് കളിച്ചോണ്ടിരിക്കും ഇപ്പോഴും. അല്ല പക്ഷെ അത് നീന്തി പൊക്കോളും. വണ്ടികൾ പോണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ് വരെ. അവിടെ എഴുതി വെച്ചിട്ടും പോകണ്ടായിരുന്നു. അല്ല നമുക്ക് മുന്നറിയിപ്പ് തന്നെ അവഗണിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ. നമ്മളിപ്പോൾ ഇത് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അതെ, വീട്ടിലിരുന്ന് നാട്ടിൽ ഇവിടെ ഈ വഴികളൊക്കെ ബ്ലോക്കാണ്. എന്തോരം ഭംഗിയുള്ള സ്ഥലമായിരുന്നല്ലോ ഇത്. ആ വെള്ളം കുറവുള്ള സമയത്തേ കാണാൻ വയലും പക്ഷികളും കൊക്കൊക്കെ വരും. മറ്റേ ദേശാടന കൊക്കുകൾ ഏറ്റവും കൂടുതൽ പക്ഷികൾ. അതെ, അത് സംരക്ഷണ മേഖലയും കൂടിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷികളുടെ ദേശാടന കൊക്കുകളുടെ എഗ്ഗും. പുള്ള് കോൾപ്പടവ് അല്ലേ, പുള്ള് ആലപ്പാട് മനക്കുടി എന്നൊക്കെയാണ് തോന്നുന്നുണ്ട് പറയാം. ഇത് ശാസ്താംകടവ് പുള്ള് റോഡാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. തേങ്കുരു അല്ലേ ഇത്? ഒരു മിനിറ്റടാ. പേടിയാണെന്നുള്ളൂ കുറ്റങ്ങൾക്ക്. പറന്നുപോയി. ഇന്നൊരു ഫോട്ടോ എടുക്കാം. വീഡിയോൻ്റെ ഒപ്പം തന്നെ ഫോട്ടോ. കൊക്കൊക്കെ വരവ് പറഞ്ഞല്ലേ, എന്തോരം കൊക്കുണ്ടായിരുന്ന. അവിടെ നിന്ന് ആരും വരുന്നുണ്ട് കേട്ടോ. വണ്ടിയാണോ? വണ്ടിയല്ല, ഒരാൾ നടന്നു വരുന്നുണ്ട്. ഒരു ചേട്ടൻ കാണാൻ പറ്റുന്നുണ്ട്. ആരാന്ന് ഒരപ്പം നടന്നുണ്ട്. ആളാന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞില്ലേ ഫുഡ് കൊടുത്തു. ഇത് ചണ്ടി കോരിയതാണോ? ഇത് കുളവാഴ. കുളവാഴ നീക്കിയിട്ടുള്ളതാ 2 സൈഡിലേക്ക്. ഇവിടെ മറ്റേ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടാണ് നിൽക്കുക. നമ്മുടെ ഹിറ്റാച്ചി ഒരു പൊങ്ങി എടുക്കണ സാധനത്തുമ്മേ ഇട്ടിട്ട്. അതെ, ഇവിടെ തന്നെ ഡ്രഡ്ജർ അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞേ ശിരൂർക്ക് അർജുന അന്വേഷിക്കാനായിട്ട്. അപ്പോഴേക്കും പിന്നെ ഇവിടെ ഉരുള് പൊട്ടിയാൻ എല്ലാവരും ഇങ്ങോട്ട് പോയി. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോണ്ടി വന്നില്ലേ. എന്തോരം പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും ഇങ്ങനത്തെ. ഞാൻ രാവിലെ കേട്ടപ്പോൾ വിചാരിച്ചു ഉരുള് പൊട്ടി, ചെറിയ വില ഉരുള് പൊട്ടലാവും വിചാരിച്ചു, കാട്ടിലേക്കാന്ന് വിചാരിച്ചു. അതെ, പിന്നെയാണ് ഇത്രയും വലിയൊരു പ്രദേശം മൊത്തം ഇങ്ങനെ ബാധിച്ചു. ഓരോ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്തോറും ഇങ്ങനെ ഓരോ മരണ വാർത്ത ഇങ്ങനെ കൂടി വരുമായിരുന്നു. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം. ആള് നമ്മുടെ പോലെ
ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടി വരുന്ന തോന്നിട്ടോ. അതെ, എന്തോരം പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ? 2 സൈഡിൽ ഫുള്ള് വേസ്റ്റാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, വേസ്റ്റ് കൊണ്ടിട്ടിട്ട് പാടത്തൊന്നും ഒരാളിങ്ങനെ വേസ്റ്റ് ഇടരുത്. ഇന്നാള് വണ്ടികൾ തന്നെ പകുതി മുങ്ങണ്ടായിരുന്നു ഇവിടെയാ. ഇപ്പൊ ഇത്തിരി കൂടിയുണ്ടാവും. നല്ല താഴ്ചയുണ്ട് ചേട്ടാ അങ്ങോട്ട്. ആ ആ റോട്ടിലോ സെന്റർ നോക്കി പോയാൽ മതി. നിങ്ങള് ആ മൂലയ്ക്ക് ചെല്ലുമ്പോ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോണം. ഇങ്ങോട്ട് ഇത്തിരി താഴ്ച കൂടുതലാണ് റോഡിന്റെ വീഴ്ച. നടക്കാൻ പറ്റാവുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. അത് അപകടകരമായ രീതിയിൽ ഇനി മഴ പെയ്യാണ്ടിരുന്നാൽ മതി. ഈ നല്ല വെയിൽ വന്നപ്പോഴേ, വെയിലൊക്കെ കഴിയാറായപ്പോ കുറെ പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കറക്റ്റ് മഴ പെയ്തു. മഴയ്ക്ക് വേണ്ടിയിട്ട്. അതെ, ഇപ്പൊ എല്ലാവരും നിൽക്കാൻ വേണ്ടി പ്രാർത്ഥനയായി. പ്രളയാക്കി തോന്നുന്നുണ്ട് ഈ പ്രാർത്ഥിച്ചോടെ കൂടിയിട്ട്. പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടോ? കാലും ഒരു പിടുത്തം പറ്റില്ലേ? കൂടുതൽ എഫർട്ട് എടുക്കണ്ട നമ്മള്. അതെ. ഈ തെങ്ങൊക്കെ ചെത്തണല്ലേ നോക്കി അവിടെ കള്ള് മുടങ്ങണ്ട. അതൊന്നും നീ ചെത്താൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അതിലൊക്കെ കള്ളുണ്ടാവും. ഇപ്പോൾ കള്ളൊക്കെ വേസ്റ്റ് ആവും. സൂം ചെയ്തേക്കടാ. കുട അവിടെ. കുട എന്താടാ? ഇതിലല്ലേ ഇതെങ്ങല്ലേ? ഇതിൻ്റെ കിട്ടുന്നുണ്ടല്ലോ. അത് കുടം തന്നെയല്ലേ? ശരിയാ, ഞാൻ തേങ്ങ തീർച്ച നേരത്തെ. ആ കുട നിറയെ കള്ളായിരിക്കും. പോലീസ് ജീപ്പാണോ? നമ്മുടെ മുട്ടിന് മേലെ വന്നു കേട്ടോ അവിടെ. പോലീസ് ജീപ്പാണോ അത് KCB ജീപ്പാണോ? ഏതാ ആ കാണുന്നത്? കണ്ടില്ലേ ഈ സൗണ്ട്? കണ്ട് പോലീസ് ജീപ്പല്ല. പോലീസ് ജീപ്പാണെങ്കിൽ മേളിൽ ഇതുണ്ടാവില്ലേ? പോലീസ് ജീപ്പാണ്. വണ്ടി അവിടെ വെച്ച് കുഴപ്പമുണ്ടോ? വണ്ടി അവിടെ വെച്ചതേ എന്ത് വെള്ളം കയറും നമ്മളവിടെ തിരിച്ചെത്തുമ്പോഴേക്കും? ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിയത്? അവിടെ വെള്ളം കയറി ഉണ്ടാവില്ല. അവിടെ വെള്ളം കയറി ഉണ്ടാവില്ല. ഇല്ലല്ലോ, വെള്ളം കയറിയില്ലല്ലോ. അതെ,
സിവിർ വണ്ടിയാണത്, പഞ്ചായത്തിൻ്റെ വണ്ടിയാണത്. പഞ്ചായത്തുകാരെ ഇവിടുത്തെ സ്ഥിതികൾ തന്നെ അറിയാവുന്നല്ല. ഈ വണ്ടിക്ക് ഇതിൽ പൊക്കോളേ? അങ്ങോട്ട് പോയില്ലേ? അല്ല ഇതിൽ പോകാൻ പറ്റില്ലേ? ഇതിൽ പോകാൻ പറ്റില്ലേ? ഇതിലെ പോകണോട്ട് കുഴപ്പമില്ല. വണ്ടി കൊടുങ്ങല്ലൂരാ, കൊടുങ്ങല്ലൂർ തദ്ദേശ പോവെന്നാണോ ചോദിക്കണേ? മുട്ടിൻ്റെ അവിടെ വരെയുള്ളൂ. കുഴി ആ സൈഡ് നടക്കില്ലടാ, ഈ സൈഡ് വാ. നടുക്ക് ചേർന്ന് പോയാൽ മതി. എവിടേക്ക് പോകണ്ടേട്ടാ? കൊടുങ്ങല്ലൂർക്കാ? കൊടുങ്ങല്ലൂർക്ക് പോകാനായിട്ട് ഇതിലെ പോയിട്ട് കോടന്നൂർ കയറുക. എൻ്റെ മുട്ടിൻ്റെ മുകളിൽ വണ്ടി ചവിട്ടാണ്ടിരുന്ന ഇടയില് ഇതൊരു 500 മീറ്റർ ഉണ്ടാവുള്ളൂ. പാലുണ്ട്, ആ പാലം കിടന്ന് നേരെ ശാസ്താംകോട്ട. വെള്ളം ഒരു 200 മീറ്റർ 300 മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പം താഴ്ച ഇവിടെ മാത്രമേ കുറച്ചുള്ളൂ, ഒരു 100 മീറ്ററോളം താഴ്ച ഉണ്ടാവുള്ളൂ. പിന്നെയാണ് പാലായി. പെട്ടാ ഈ സൈഡ് ചേരണ്ട കേട്ടാ, ഈ സൈഡ് ചേരണം കൊണ്ട തിരിച്ചു പോവാ. തിരിച്ചിതിൽ പോയി നല്ലത് കൊടുങ്ങല്ലൂർക്ക്. ഗതാഗതം ഓൾറെഡി ഇതാക്കിയിട്ടില്ല. നിങ്ങളെല്ലാം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാവില്ലേക്കുണ്ടാവുക. സഞ്ചാരികളെ തന്നെ. വെള്ളം 2 ദിവസം കൊണ്ട് കയറിയതാ തോന്നുന്നില്ലേ? ഡാമിനെ അടച്ചാലേ രക്ഷ ഉണ്ടാവുള്ളൂ. ചിമ്മിനി തുറന്നിട്ട് 2 സൈഡാ. ചിമ്മിനി പീച്ച് തുറന്നിട്ട് പിന്നെ തുറന്നാ എവിടെ പൊട്ടിയേ? കരുവന്നൂരത്ത് പൊട്ടി. പൊട്ടി സ്ലാബ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ചേർപ്പില്. ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. ഏയ് അവിടെയൊക്കെ അരക്കപ്പം മേലുണ്ട് അവിടെ. അവിടെയൊക്കെ ആദ്യം വെള്ളം കയറുന്ന സ്ഥലങ്ങളല്ലേ. തട്ടുകടകളൊക്കെ പോയിണ്ടാവല്ലേ? ആ പാലത്ത് വെള്ളം ഉണ്ട് ചേട്ടാ. പാലൊക്കെ കഴിഞ്ഞു. ആ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്ന അവിടെ ഇല്ലല്ലേ? അപ്പൊ ആ വഴി കുഴപ്പമില്ല. അപ്പൊ മറ്റേ പുള്ള് അമ്പലത്തിന്റെ അവിടേക്കൊന്നും കുഴപ്പമില്ല. അല്ല അവിടുന്ന് ആ വഴി ഞാൻ ചോദിക്കണേ ഇല്ല അല്ലേ? തറ വരെ അല്ലേ? ഇപ്പോഴൊരു ഭംഗിയുണ്ടല്ലോ പറയുമ്പോ. മുമ്പ് എന്താ പറയാ, ഫുള്ള് ഒരു പ്രത്യേക ഭംഗിയും കുറച്ച് ആൾക്കാരുള്ള സ്ഥലല്ലേ ആ സ്ഥലം. ഇപ്പം ഇങ്ങനെ എന്തോരം ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഫുഡ് കഴിക്കാനൊക്കെ വരാന്നറിയാം. ഒരാവശ്യമില്ലാണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫോട്ടോ എടുക്കാനും പിന്നെ ഇവൻ്റെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ. മീൻ കടുവിൻ്റെ കുട്ടിയാണ് ഇഷ്ടം പോയത്. അത് പോണ്ട പോണില്ല.
നോക്കി ഇവിടെ റോഡ് ഇടിഞ്ഞ പോലെ. റോഡ് മരം കടം പൊഴി വീണല്ലേ. ആ ഈ മരം ചെറിയ കിളിടാ കാണാലേ. അതെ അതെ അതെ. എന്നിട്ട് അടക്കി നല്ല ഭംഗിണ്ടല്ലേ. പക്ഷെ ആൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പോവുക കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. പറക്കാൻ പറ്റാണ്ടിരിക്കണോ? ആ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളെ കണ്ട് പേടിച്ച് പോണ്ട. പറപ്പിക്കണ്ടാ. കുട്ടികളിയാന്ന് തോന്നണേ. ഓ ഭയങ്കര കുഞ്ഞുകളില്ലേ. ഇപ്പം വിരിഞ്ഞ അവിടെ അത് എവിടെ കാണാമല്ലോ. സൂമൂട്ടി അത് ഇപ്പുറത്ത് നീ സൂമി. എന്തുള്ള കിളിയാണോ? കുരുവിയുടെ കുട്ടിയാണത്. ആള് വെള്ളത്തിലൂടെ കളിച്ചിട്ടേ റെസ്റ്റ് എടുക്കാന്നുള്ള. ഇതിൽ കാണുമ്പോൾ വലിയ കിളി പോലെ തോന്നുന്നുണ്ടല്ലേ. നമ്മുടെ ശരിക്കും ഒരു വിരലിൻ്റെ അത്രയല്ലേ ഉള്ളത്. പേടി ചിലപ്പോൾ വീഴും വെള്ളത്തിലേ. അത് ഉപദ്രവിക്കണ്ട. പോവാം. ഫുള്ള് മനക്കൂടി അങ്ങനെ ഫുള്ള് വെള്ളം കയറി. ആ ഭാഗത്ത് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കണം. വീടുകളൊന്നും മാറ്റി തുടങ്ങിയിട്ടില്ലല്ലോ. ചേട്ടാ അവിടുത്തെ വീടുകളൊന്നും മാറ്റിയിട്ടില്ലല്ലോ. വീട്ടിലാൾക്കാരൊന്നും മാറ്റണില്ലല്ലോ. പോരിച്ച് കാലിൻ്റെ മുട്ടിൻ്റെ ഇപ്പോൾ ഉള്ളല്ലോ. അവിടെ നടന്നതിൻ്റെ ആൾക്കാർ കാണാൻ തന്നെയാവൂലേ. ഈ സൈഡിലേക്ക് പോകണ്ട ജോലെ. ഈ സൈഡ് നടക്കണ്ട. ആ സൈഡും പോണ്ട. റോഡ് പൊളിഞ്ഞാവൂലേ അത്. ഓ വലിയ മീൻ. കരിമീൻ മീന കരിപ്പിടി. ആ എവിടെ? അങ്ങോട്ട് പോണ്ട. അവിടെ പോയി. വണ്ടിയാണോ തന്നെ? ആൾക്കാർ തന്നെ അവിടെ കിടന്നു. ഫാമിലീസ്. ഇത് തിന്നാൻ പറ്റുന്ന ചെമ്പനില്ലേ? കാട്ടു ചെമ്പല്ലേ? കാട്ടു ചെമ്പ്. മുട്ടിനൊപ്പം വെള്ളല്ലേ? വിലയുണ്ടോ? എന്താടാ ഒന്നും പറഞ്ഞില്ലല്ലേ? നിശാന്ത് രണ്ട് സൈഡിലേക്ക് വേണ്ടി. ആ സൈഡിക്കും ഈ സൈഡിക്കും വേണ്ടി നടക്കി കൂടെ.
അത് ഈ പിടുത്തല്ലേ കാല് കാലിന് ചെറിയൊരു ഇതുണ്ട്. നല്ല പിടുത്തം തോന്നുന്നില്ലേ? ആ പാമ്പാണ് ഇഷ്ടം. ഈ ഏരിയയിൽ കൂടുതൽ ആണലിനൊക്കെ ഞാൻ കാണാറ്. വണ്ടി പാസ് ചെയ്യുമ്പോഴേ മിക്കവാറും ആണലി ഇവിടെ വെള്ളിക്കട്ടെ ഈ ഭാഗത്താണല്ലേ കൂടുതൽ. മൂർഖനൊന്നും അങ്ങനെ കാണാറില്ല, അപൂർവം പോലും കണ്ടിട്ടില്ല. മിക്കവാറും പാസ് ചെയ്യുമ്പോൾ ചെറിയ ആണലികളൊക്കെ കാണാറുണ്ട്. ശോഭ സിറ്റിയിലൊക്കെ എന്താണ് അവസ്ഥ അറിയോ? ശോഭ സിറ്റിയിൽ നെസ്റ്റോൻ്റെ അവിടെ വെള്ളം കയറിയെന്ന് തോന്നുന്നു. നെസ്റ്റോൻ്റെ അപ്പുറത്തൊരു ഹീറോ കൊണ്ടുവരേണ്ട, കല്യാൺ ഹീറോയാ. ഹീറോൻ്റെ അതിൻ്റെ ഷോപ്പ് അടഞ്ഞെടുക്കുക. അതുപോലെ നെസ്റ്റോ അടഞ്ഞെടുക്കുക. അതെ, അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വണ്ടിയെ. തോടൊക്കെ നിറഞ്ഞൊഴുക. ചില്ലുകുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. വെളിച്ചം മനക്കൊടി, അത് ക്ലബിൻ്റെ പേരാണ് നമ്മള്. അറിയില്ല. ചില്ലുകുപ്പികളൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷെ വേസ്റ്റ് ഒന്നും ഇത്തിരി കൂടുതലാണ്. നാളെ വരുമ്പോൾ ഇതിനും കൂടുവോ? അപ്പുറത്തെ സൈഡ് അടച്ചേ, 3 സൈഡ് അടച്ചു. ഇപ്പം തൃശ്ശൂർക്ക് പോകാൻ നമുക്ക് ഇപ്പം അമ്മാടം കോടഞ്ഞൂരൊക്കെ ഉള്ളവർക്ക് നെടുപുഴ കൂടി പോകാൻ പറ്റില്ല, മനക്കോടി കൂടി പറ്റില്ല. പിന്നെ ആലപ്പാട് കൂടി തൃപ്പയാറ് പോകണം. അവിടെ ആ വഴി പറ്റില്ല, അടഞ്ഞു. പക്ഷേ തൃപ്പയാറ് അല്ല, തൃശ്ശൂർക്ക് പോകാൻ മറ്റേ നമ്മുടെ വഴി കണിമംഗലം കൂടി. എന്തേ ഇനി 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കും. പരുന്ത് കിടന്ന് കറങ്ങണ്ടല്ലേ? പരുന്ത് വെള്ളം കയറിയാന്നെ മീനുകളൊക്കെ മുകളിൽ തെളിഞ്ഞാണല്ലോ, അപ്പോൾ പിടയ്ക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അവിടെ ഇരിക്കുന്നവരൊക്കെ എന്തൊരു ഇഷ്ടം പെട്ടെന്ന് വെള്ളം കയറിയാ അവരറിയോ? അവര് നീന്തിപ്പോക്കോളൂ. നീന്തിപ്പോ അല്ലാണ്ട് എന്ത് ചെയ്യും? വീണ്ടും വരുന്നത് അല്ല, പരുന്തല്ല, വരുന്നല്ല, കൊക്ക്. വ്ളോഗല്ല, വെറുതെ അവയർനെസ്. ഓക്കെ മാസ്. അവിടെ ആൾക്കാരായില്ലോ. ഇനി ഉച്ച കഴിയുമ്പോഴേക്കും ആൾക്കാർ വരുന്നോണ്ടിരിക്കും. സ്കൂളില്ലല്ലോ, മഴ വന്നു.
ശരിക്കും ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് തന്നെയാണ് കറക്റ്റ് വെക്കേഷൻ. വേക്കണ്ട് അല്ലേ? മാർച്ച് മെയ്യിലൊക്കെ ക്ലാസ്. പക്ഷെ ആ സമയത്ത് നല്ല ചൂടാവും. വെയില് പക്ഷെ ഇതിനും തോന്നല്ലേ അപകടങ്ങൾ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് തടസ്സമില്ലല്ലോ. സ്കൂളിൽ പോകാൻ തടസ്സമില്ല. അതെ, ഇപ്പൊ രാവിലെ 9 മണി നമുക്ക് സ്കൂളിൽ ക്ലാസ് എന്തോരം നഷ്ടമാണ് പിള്ളേരെ. ഇത് പുതിയ ബുദ്ധിമുട്ടാ. പിന്നെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ അതിന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ. എന്തൊരു വീണ ഞാൻ വിളിക്കുന്നു.